നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നക്ഷത്ര ജാതകർക്ക് വരുന്ന കുറച്ച് ദിവസത്തിനകം, അതായത് ഒരു 38 ദിവസത്തിനകം ജീവിതത്തിൽ വൻ ഭാഗ്യമാണ്. ഇവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും കഷ്ടതകളും ഒക്കെ ഒഴിഞ്ഞ് ജീവിതത്തിൽ നല്ല വിധത്തിലുള്ള ഐശ്വര്യവും സമാധാനവും ജീവിത അനുഗ്രഹവും ഒക്കെ ലഭ്യമാകാൻ പോവുകയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യമാണ്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത അത്ര അനുഗ്രഹമാണ് ഇവരിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത്. അപ്രകാരമുള്ള ആദ്യത്തെ 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും വന്നു ചേരുകയാണ്. സകല ദുഃഖ ദുരിതങ്ങളും മാറി ഒരു പുതിയ ജീവിതം ലഭിക്കുവാനായിട്ട് പോവുകയാണ്. പ്രധാനമായിട്ടും ധനലാഭം, ശത്രുദോഷമാറ്റം, അതുപോലെ ശനി ജന്മരാശിയുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശത്രുദോഷമൊക്കെ വളരെ കുറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. രോഗദുഃഖങ്ങളിൽ നിന്നും മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ ധനലാഭം, കുടുംബ സൗഖ്യം, സന്താനങ്ങളുടെ ഉയർച്ച, മറ്റു പല യോഗങ്ങളും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആഡംബര വസ്തുക്കൾ, അതുപോലെ വസ്തുവകകൾ വാങ്ങുവാനും നല്ല നിലയിലെത്തുവാനും ജീവിതത്തിൽ ഉയർച്ചകൾ സ്വന്തമാക്കുവാനും വിദേശത്തെത്തുവാനുമുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. അത്ര വലിയ സൗഭാഗ്യമാണ് ഈ 3 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ലഭ്യമാകുവാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തേത് ചിത്തിര, 2 ചോതി, 3 വിശാഖം. 4ഉം 5ഉം 6ഉം നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരാണ്. പല വിധത്തിലുള്ള ദുരിതങ്ങളും മനക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ ജീവിതം ഒരു പുതിയ സാഹചര്യം അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റമൊക്കെ കരുതി വച്ചിട്ടുണ്ടാകുമെന്ന് വളരെ ചെറുപ്രായം മുതലേ നിങ്ങളുടെ ജീവിതത്തിൽ കുറിക്കപ്പെട്ടതാണ്. അതുപോലുള്ളൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും പുതിയ വീട് വയ്ക്കാനുള്ള ഒരു യോഗം, വിവാഹപ്രായം എത്തിയവർക്കാണെങ്കിൽ തക്ക സമയത്ത് അത് നടക്കുവാനുള്ള സാധ്യതകൾ, അങ്ങനെ തുടങ്ങി വളരെയധികം സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ധനലാഭം, പുത്രസൗഖ്യം, വാഹനലാഭം, ഐശ്വര്യം, ബന്ധുസൗഖ്യം തുടങ്ങിയവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുകയും അതുപോലെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നതൊക്കെ മാറുവാനും ഒക്കെ സഹായകരമാകും. ഇനി കുറച്ച് വഴിപാടുകളുണ്ട്. അത് എത്രയും വേഗം നിങ്ങൾ നിറവേറ്റിയാൽ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഒക്കെ വന്നു ചേരും. പ്രധാനമായും രാവിലെ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയും സകല ദുരിതങ്ങൾ മാറുവാനായി ഗണപതി ഹോമം വഴിപാടായി നടത്തുകയും ചെയ്യുക. അടുത്തത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ പതിവായുള്ള ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. മറ്റൊരു കാര്യം, ഈ 6 നക്ഷത്ര ജാതകർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈശ്വരശക്തി ആരാണോ അവർക്ക് പ്രധാന വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഈ നക്ഷത്ര ജാതകരെ പറയുകയാണ്. ഒന്നാമത്തേത് ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി. അങ്ങനെ ഉൾപ്പെടുന്ന 6 നക്ഷത്ര ജാതകർക്കാണ് ഭാഗ്യം. പ്രധാനമായും സാമ്പത്തിക ലാഭം, ആഗ്രഹിച്ച ജോലി, ലോട്ടറി സൗഭാഗ്യം, അങ്ങനെ തുടങ്ങി വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 6 നക്ഷത്ര ജാതകരുടെയും ഭാവി ജീവിതമെന്ന് പറയുന്നത്. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.